എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ഉമ്മയാണ്, എൻ്റെ ഗ്രാൻഡ് മദറാണ്, ഉമ്മമ്മയാണ്. ഞാൻ ഇപ്പം ഞാൻ തന്നെ സംസാരിച്ചൊരു കോൺവെർസേഷനിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് അൺകണ്ടീഷണൽ ലവ് ഡസൻ എക്സിസ്റ്റ് എന്ന്. പക്ഷേ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്, അൺകണ്ടീഷണൽ ലവ്. എൻ്റെ ഗ്രാൻഡ് മദറിന് ഈ ലോകത്തെ ഏറ്റവും നല്ല ആൾ ഞാനായിരുന്നു. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് എന്നെയായിരുന്നു. എനിക്കൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ അതിങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 10 ആക്കിയിട്ട് പറയുമായിരുന്നു. എല്ലാവരുടെ അടുത്തും എന്നെക്കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് സംസാരിക്കുമായിരുന്നു. എനിക്കിപ്പോഴും ഇങ്ങനെ ഞാൻ മിക്കവാറും ദിവസം ഉമ്മമ്മൻ്റെ കൂടെയാണ് കിടക്കുക. അപ്പോൾ ഉമ്മമ്മനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോൾ ഒരു നീളൻ മാലയാണ് ഇടുക, മുണ്ടും ബ്ലൗസും ഇങ്ങനെ തട്ടമാണ് ഉമ്മമ്മ ഇടുക. അപ്പോൾ എനിക്കിപ്പോഴും ഉമ്മമ്മൻ്റെ മണമുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാനൊരു ഇതിങ്ങനെ വായിച്ചപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് പറയില്ലേ, അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് എൻ്റെ പ്രൊട്ടക്ടർ എൻ്റെ ഉമ്മമ്മയാണ്. ഉമ്മ മരിച്ചു പോയിട്ടോ, കുറേ വർഷമായി മരിച്ചിട്ട്. പക്ഷേ ഞാൻ പറയുന്ന ഉമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നല്ല, പക്ഷേ മേ ബി ആ സമയത്ത് എനിക്ക് ഏറ്റവും കണക്ട് ചെയ്യാൻ പറ്റിയത് ഉമ്മമ്മ ആയതുകൊണ്ടും ആൻഡ് ലൈഫ് ലോങ്. അതായത് ഉമ്മമ്മ കുറേ കാലം വയ്യാണ്ട് കിടന്നു, കോമയിൽ കിടന്നു. അതിൻ്റെ തൊട്ട് മുന്നേ വരെയും എൻ്റെ എന്ത് കാര്യത്തിനും ഏറ്റവും എക്സൈറ്റഡ് ഉമ്മമ്മയായിരുന്നു. ഞാൻ ഇത് ചെയ്യാണ്. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും അവൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. അവൾ +2 കഴിഞ്ഞപ്പോഴേക്കും കാർ ഓടിച്ച് വന്നു. അത് ഉമ്മമ്മൻ്റെ കണ്ണിലിങ്ങനെ കാണാം നമുക്ക് ആ തിളക്കം, ആ സന്തോഷം. അപ്പോൾ ഞാനത് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫീൽ ചെയ്യുന്നത് എനിക്കറിയില്ല, ചിലപ്പോൾ ഭയങ്കര റെയറായിരിക്കും, ഭയങ്കര ലക്കി ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഐ ഹാവ് ഫെൽറ്റ് ഞാൻ ഇങ്ങനെ അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിങ്ങനെ എൻ്റെ മൈൻഡിൽ അപ്പൊ എൻ്റെ ഉമ്മീൻ്റെ മമ്മീനെ ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മളെ കുറിച്ച് ഭയങ്കര സംസാരിക്കും. അവിടെ ചെയ്യുന്നത് അവര് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുന്ദരി നമ്മളാ, അവര് ഏറ്റവും വലിയ ബുദ്ധിയുള്ള ആള് നമ്മളെ ഏറ്റവും വേറെ ആരും ഇല്ല. അങ്ങനെ തന്നെയാ, വേറെ അവരൊരു വേൾഡ് നമ്മളാണ് അവര്. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ പറയണേ, ഇത്ര എന്നെ സ്നേഹിക്കുന്ന ഗ്രാൻഡ് മദർ ഉണ്ടായിട്ട് പോലും എനിക്ക് ആ അരക്ഷിതാവസ്ഥ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയണേ. അപ്പം ഐ വുഡ് സജസ്റ്റ് അച്ഛനും അമ്മയ്ക്കും സമയം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു കുഞ്ഞ് എന്നുള്ള തീരുമാനം എടുക്കുക. മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ മാത്രം. ആരുടെയും തെറ്റല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ മോന് ഭയങ്കര സേഫ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ നാളെ ചിലപ്പോൾ ഒരു 20 വർഷം കഴിഞ്ഞിട്ട് അവനെന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം വന്നുകൊണ്ട് അവനൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവാം, നമുക്കറിയില്ല. എല്ലാവരും ബെസ്റ്റ് പോസിബിൾ വേ ആണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ പാരൻസും അതാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ മോനത് അങ്ങനെ ആവരുതേന്ന് വിചാരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെന്താവും നമുക്ക് അറിയില്ല. അതൊരു ട്രയൽ ആൻഡ് എററാണ്. ബട്ട് ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ഒരു പാരന്റ് എപ്പോഴും കൂടെ. എനിക്ക് ഒരുപാട് നാൾ മുതലുള്ള ഡൗട്ടാണ്, ഫറ ഷിബിലയാണോ ഷിബില ഫറയാണോ? അത് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോൾ രണ്ടുപേരും കൊടുത്തേക്കുന്നു. കൂടുതൽ കൺഫ്യൂസിങ് ആയി. അതായത് ശരിക്കും എൻ്റെ പേര് ഷിബ്ല എന്നാണ്. അപ്പോൾ ചെറുപ്പം തൊട്ട് എൻ്റെ പേര് എനിക്കൊരു അതായത് അത്ര നോർമൽ പേരല്ലല്ലോ. അപ്പോൾ ഞാൻ ആൾക്കാരോട് എന്താ പേര് ഷിബ്ല എന്ന് പറയുമ്പോൾ എന്ന് ചോദിക്കും, എല്ലാവരും ചോദിക്കും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഉപ്പയും ഉമ്മയും കഥ പറയുമ്പോൾ കേട്ടിട്ടുണ്ട്, അവരെനിക്ക് ഫർഹ എന്നാണ് പേരിടാൻ. ഫർഹയാണോ ഫർഹാനയാണോ അങ്ങനെ ഒരു പേരാണ് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് എൻ്റെ അതേ സമയത്ത് ഫാമിലിയിലുണ്ടായ വേറൊരു കുട്ടിക്ക് ഫർഹാന എന്ന് പേരിട്ടു. അപ്പോൾ പിന്നെ അത് ഇടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഉപ്പ ഷിബ്ല എന്നിട്ടതാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കാം, അത് എൻ്റെ പേര് എന്നുള്ളത് ഞാനത് ആൾക്കാർക്ക് മനസ്സിലാക്കാൻ എളുപ്പമുള്ള ഒരു പേരാണെങ്കിൽ, ഫർഹയൊക്കെ കുറച്ച് നോർമൽ, ഫർഹാനയൊക്കെ കുറച്ച് നോർമൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നോർമലായിട്ടുള്ള പേരാണ്. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു ആങ്കറിങ് ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഫേസ്ബുക്ക് ഇങ്ങനെ വരുന്നത്. ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ ഞാനിങ്ങനെ ഷിബ്ല എന്ന് മാത്രം ഇടണ്ട, ഒരു സെക്കൻഡ് നെയിമും കൂടെ ആണെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പം ഞാൻ ഇട്ടത് ഫറ ഷിബ്ല എന്നാണ്. പിന്നെ അത് ഇൻസ്റ്റഗ്രാം വന്നപ്പോഴൊക്കെ അതങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് ഒരു ഇതും കൂടെ ചോദിക്കല്ലോ, അത് ഷിബ്ല ഫറയായി. അപ്പോൾ ആൾക്കാർ 2 തരത്തിലും വിളിക്കും. ഷിബ്ല ഫറ എന്ന് വിളിക്കും, ഫറ ഷിബ്ല എന്ന് വിളിക്കും. ഷിബ്ല എന്ന് മാത്രം വിളിക്കുന്നവരുണ്ട്, ഫറ എന്ന് മാത്രം വിളിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് ഏതാണെങ്കിലും എന്നെയാണ് എവിടുന്ന് ആൾക്കൂട്ടത്തിന് എവിടുന്ന് വിളിച്ചാൽ ഞാൻ എന്ന് പറഞ്ഞ് തല പൊക്കുന്ന അവസ്ഥ, എന്ന് വേണമെങ്കിലും വിളിക്കാം. അതെ, മലപ്പുറം ആ സൈഡിലോട്ട്
കൂടുതലും ഈ ഒന്നാമത് മുസ്ലിം ഫാമിലീസിലൊക്കെ വരുന്ന പെൺകുട്ടികൾ ആ സമയത്തൊക്കെ കൂടുതലും ഒരു 18-19 വയസ്സിൽ കല്യാണം കഴിപ്പിക്കുക അങ്ങനെ കാണുന്നതാണ്. എല്ലാവരും എന്നല്ല, ഒരു ഭൂരിപക്ഷവും നമ്മൾ അങ്ങനെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലേസിൽ നിന്ന് തന്റെ കരിയർ ചൂസ് ചെയ്ത് അങ്ങനെ പോവാനായിട്ട് എങ്ങനെയാ ഷിബ്ലയ്ക്ക് പറ്റിയത്? അത് ഈ പറഞ്ഞ പോലെ ആങ്കറിങ് ചെയ്യുന്നതിനോട് വീട്ടിൽ അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ വിചാരിച്ചത് സംസാരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്, അപ്പോൾ അതിനൊരു ആർട്ടായിട്ട് തന്നെ ഓക്കെ, അതായത് ഭയങ്കര ഇഷ്ടം ഉണ്ടായിട്ടല്ല, പക്ഷെ നിനക്കത് ഇഷ്ടമാണെങ്കിൽ നീ ചെയ്തോ. ആൻഡ് ദേ ന്യൂ ദറ്റ് ഇറ്റ്സ് എ സേഫ് പ്ലേസ്. ബിക്കോസ് നമ്മളൊരു എന്താ പറയുക, ഒരു ഓഫീസിലാണ് പോണത്, അവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യണത്. അല്ലാണ്ട് നമ്മൾ പോവുകയാണെങ്കിലും നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ കൂടെ പോകണേ. നമ്മളിപ്പോൾ രാവിലെ പോകുന്ന സമയത്താണെങ്കിലും ആ ആൾക്കാർ എല്ലാം എന്താ പറയുക റെക്കോർഡഡ് ആണ്, ഒരു ഫ്രീ സ്പേസ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ. പിന്നെ ഞാൻ ചെന്നൈയിലൊക്കെ പോയപ്പോൾ തൊട്ട്, ഞാൻ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവർ ഓക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തോന്നും അവർ ഇപ്പോൾ സംസാരിക്കുമ്പോഴും പറയുന്നത് തന്നെ ചെന്നൈയിൽ വിട്ടതാണ് ഞങ്ങൾ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ബിക്കോസ് ആ ഒരു ഇൻഡിപെൻഡൻസ് വന്നു എന്നുള്ളത് കൊണ്ട്, മേ ബി ലൈഫ് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ എൻ്റെ ശരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്തപ്പോഴും ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ വീട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എന്താ ഒരു റിലീജിയസ് സ്പേസിലൊന്നും എന്നെ പഠിപ്പിച്ചിട്ടില്ല. എനിക്കും അങ്ങനെ ഇത് ഹിന്ദുവാണ് അല്ലെങ്കിൽ ഇതാണ്. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ അനിയൻ വന്നിട്ട് ആരോ ഒരാൾ ഇങ്ങനെ കുറി തൊട്ടപ്പോൾ അവർ ഹിന്ദു ആണല്ലോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, ഐ മീൻ ലൈക്ക് വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക്? എല്ലാവരും മനുഷ്യന്മാരാണ്. എൻ്റെ വീട്ടിലുണ്ടല്ലോ നൂർജാൻ, എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കും. അപ്പോൾ എല്ലാ ദിവസവും അത് കഴിക്കാൻ വരുന്നത് ഒന്ന് നാസർ കാക്കയും അതിൻ്റെ കൂടെ തന്നെ രമേശ് ചേട്ടനുമാണ്. ഇപ്പോഴും ഉണ്ട് കേട്ടോ അവരൊക്കെ. എല്ലാ സൺഡേയും മിക്കവാറും രാവിലെകളിൽ അവർ വരുമായിരുന്നു. അതേപോലെ മധുവങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളി അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ പ്രസാദം ഉണ്ടാവും കയ്യിൽ, ചിലപ്പം നമുക്ക് കഴിക്കാനുള്ള പോലത്തെ മറ്റേ അവലും അങ്ങനെയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറി തൊടുന്ന സാധനം. അപ്പം ഞാനതെടുത്ത് തൊഴാറുണ്ട്. അപ്പം ആ സമയത്തൊന്നും എൻ്റെ വീട്ടിലങ്ങനെ അങ്ങനെ വേറെ റിലീജിയനാണ് അങ്ങനത്തെ ഒരു സാധനമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരാളെ ചൂസ് ചെയ്തപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അതൊരു പ്രശ്നമായത്? കാരണം എൻ്റെ അടുത്ത് അങ്ങനെ എന്നോട് അങ്ങനെ വേറെ ഇപ്പം ഇത് തെറ്റാണ് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി. ഞാൻ അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും റീസൺ നിങ്ങളുടെ അടുത്തുണ്ടോ ദാറ്റ് യുനോ ഇത് പറ്റില്ല എന്നുള്ളത് ഉണ്ടോ? ഇപ്പം ഞാൻ പറയണത്, ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത വ്യക്തി ശരിയാവണം എന്നില്ല. ഐ വുഡൻറ്റ് സേ ദാറ്റ് ഐ ഹവ് ചൂസൺ ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, അതൊന്നുമല്ല ഞാൻ പറയണത്. പക്ഷേ ആ ഒരു ചോയ്സ് എനിക്ക് തന്നത് എൻ്റെ പാരൻസ് തന്നെയാണ്. അതായത് പഠിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പഠിച്ചത്. ഞാൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഞാൻ ചൂസ് ചെയ്തതാണ്. അപ്പം എനിക്ക് സ്വാതന്ത്ര്യം തന്നത് അവരാ. അത് തരേണ്ട സാധനമാണോ എന്ന് ചോദിച്ചാൽ അത് തന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് ഇത് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഇവിടെ, എനിക്ക് ഇത്രയും. അപ്പം ഞാൻ പിന്നെ അത് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവരെന്ത് പറയുമ്പോൾ അതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത് റിലീജിയൻ ആണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് അതൊരു പ്രശ്നമേ അല്ല. ഞാൻ മദ്രസയിൽ പോയിട്ടുള്ള ആളാണ് 7ാം ക്ലാസ് വരെ. എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ പൊതുപരീക്ഷയിൽ റാങ്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഐ വുഡൻറ്റ് റെക്കമെൻഡ് ഒരു ചൈൽഡിന് റിലീജിയസ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്.